അതെ, നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലോ? വല്ല ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതൊക്കെ റിസ്ക് അല്ലേ? റിസ്ക് ഇല്ലാതെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറ, നമുക്ക് നോക്കാം. അങ്ങനെ റിസ്ക് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയാം, അത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് നാൾ മുന്നേ നാട്ടിലൊരു പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തായി? വെറുതെ കരവും കൊടുത്ത് റെന്റിനും പോണില്ല, ഒന്നിനും പോണില്ല. അതൊക്കെ ഭയങ്കര റിസ്ക്കാ, വേണ്ട. അത് നാട്ടിലത്തെ കാര്യമല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ ദുബായിത്തെ കാര്യമാണ്. ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട, റെന്റ് ആണെങ്കിലും ഭയങ്കര ഹൈ ഡിമാൻഡും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഒരു ഗവൺമെന്റ് ഡെവലപ്പറെ ചൂസ് ചെയ്യാം. അണ്ടർ 1 million ആയിരിക്കണം. പിന്നെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ഒന്നും വേണ്ട. അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരുന്നൊരു പ്രോജക്റ്റ് എവിടെ കിട്ടുമോ? നല്ല പേയ്മെന്റ് പ്ലാനും ആയിരിക്കണം. അങ്ങനെ കിട്ടും. നീ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം ടിക്ക് ചെയ്ത് പോകുന്ന ഒരു ബെസ്റ്റ് പ്രൊജക്ട് എൻ്റെ കയ്യിലുണ്ട്. അതാണെങ്കിൽ വരുന്ന ഒരു പ്രൈം ലൊക്കേഷൻ, അഫോർഡബിൾ പ്രൈസിലും. ഇതുപോലത്തെ ഒരു പ്രൊജക്ട് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. റയർ ആയിട്ടാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ദുബായിൽ നമുക്ക് ലഭിക്കാറുള്ളൂ. ടോക്കൺ സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് അത് പോയി അന്വേഷിച്ചിട്ട് വരുന്നാൽ. ഇനി ഇപ്പോൾ ഒട്ടും വെയിറ്റ് നമുക്ക് പോയേക്കാം. പിന്നെ അതങ്ങടത്തേക്ക് വെറുതെ ഫൈൻ വാങ്ങണ്ട. ശരി.